മനുഷ്യനില്ലാത്ത. ഒരാൾ ചീത്ത പറയുമ്പോൾ അതായത് അതങ്ങനെയല്ല, അല്ലെങ്കിൽ അതിനോട് ഞാൻ സഹകരിക്കില്ല എന്ന് പറയാവുന്ന ഒരു ധൈര്യമാണ്. അത് നമുക്ക് കൂട്ടായ്മകളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ മാർഷൽ ആർട്സിനെ പോലുള്ള കൂട്ടായ്മകളിൽ നിങ്ങൾ ഫിസിക്കൽ എക്സസൈസ് കൊണ്ട് ശരീരം പക്വമാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു, അതായത് ശരീരത്തിലും പ്രാധാന്യം നിറഞ്ഞ മറ്റെന്തോ ചിലതുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിനെ ഏകാഗ്രമാക്കാൻ തുടങ്ങും. മനസ്സിനെ ഏകാഗ്രമാക്കി കഴിയുമ്പോൾ നിങ്ങൾ ഒരു യോഗാവസ്ഥയിലെത്തി. ഒരു യോഗിക്ക് ഒരു വസ്തുവിനോട് എപ്രകാരം പ്രതികരിക്കണമെന്നറിയാം. പുരാതന തത്വചിന്തയിൽ പറയുന്നുണ്ട്, മനുഷ്യന്റെ അതായത് കുണ്ടലിനി ശക്തി ഉയരുന്നതിന് മുമ്പ് മനുഷ്യൻ അതായത് മുതല എന്നുള്ള സിംബലാണ് അതിന് നൽകിയിട്ടുള്ളത്. ശങ്കരാചാര്യന്റെ കഥയിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പുഴയിലിറങ്ങിയ ശങ്കരനെ മുതല പിടിക്കുകയും അവസാനം ഈ മുതലയുടെ പിടിവിടണമെന്നുണ്ടെങ്കിൽ എന്നെ സന്യാസത്തിന് പറഞ്ഞയക്കണമെന്ന് ശങ്കരൻ പറയുകയും ചെയ്ത കാര്യം. ഇവിടെ എല്ലാവരിലും ഈ മുതലുണ്ട്. അതായത് മനുഷ്യന്റെ കാമക്രോധ ലോഭമോഹാദികളാണ്. ഈ കാമക്രോധ ലോഭമോഹാദികളെ നമ്മൾ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ശാരീരികപരമായ അച്ചടക്കം ഉണ്ടാവും. ശാരീരികപരമായ അച്ചടക്കം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അതായത് ട്രെയിനിലുള്ള പീഡനങ്ങൾ, ബസ്സിലുള്ള പീഡനങ്ങൾ, റൂട്ടുമ്പിലുള്ള പീഡനങ്ങൾ. നമ്മൾ പീഡന കഥകൾ കേൾക്കാതെ പത്രങ്ങളില്ല. പത്രത്തിലെ മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാർത്ത ചായ കുടിച്ചുകൊണ്ട് പീഡന കഥകൾ വായിക്കുകയാണ്. ഏറ്റവും നല്ല പ്രസംഗം പീഡനം പ്രസംഗിക്കുന്ന ആളുകളുടെ പ്രസംഗം കേൾക്കാനാണ്. പീഡനം പ്രസംഗിക്കുന്ന ആളുകളുടെ പ്രസംഗം കേൾക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിക്കൂടാറുണ്ട്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഗ്രൗണ്ടിന്റെ പരിമിതി അനുസരിച്ച് തിങ്ങിക്കൂടാറുണ്ട്. ഇതിലും ഒരു മോശകരമായ കാര്യമാണ്. സഹതപിക്കാനുള്ളതാണ് സഹതപിക്കേണ്ടത്. അവർക്ക് മാക്സിമം പണിഷ്മെന്റ് മേടിച്ചു കൊടുക്കാനാണ് ചെയ്യേണ്ടത്. അല്ല പീഡന കഥകൾ ആവർത്തിച്ച് മറ്റുള്ളവർക്ക് പീഡനത്തിന്റെ രസകരമായ വശങ്ങൾ വൈകുന്നേരം ക്ലബ്ബുകളിൽ വെച്ച് ചർച്ച ചെയ്യുക, അവസാനം അതായത് ഒരു പൂച്ചണ്ട അർപ്പിച്ചുകൊണ്ട് കടന്നു പോവുക, പിന്നീട് അതൊരു സിനിമാ കഥയാക്കുക, എന്നിട്ട് അതിൽ കുറെ അതായത് അമ്മമാര് തിയേറ്ററിൽ ഇരുന്ന് കരയുക എന്നുള്ളതല്ല. അമ്മമാര് ഉടനെ ചെയ്യേണ്ടത്, എന്റെ മകൻ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പോകരുത്. ഇത് സാമൂഹികപരമായ ഒറ്റപ്പെടലിൽ നിന്ന്, ഫ്രസ്ട്രേഷനിൽ നിന്ന്, മാനസികപരമായ വൈകല്യങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് എന്റെ മകൻ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോകരുത് എന്ന് കരുതി അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് മോചനം നേടുന്ന കാര്യങ്ങളിലേക്ക് ചേർക്കുക വേണ്ടത്. ഇപ്പോ ചൈനയിലും ജപ്പാനിലും ഒക്കെ പീഡനങ്ങളൊക്കെ ഉണ്ടാവും. അത് അപക്വമായ മനസ്സുകളിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ ഒരു കൃത്യമായ സ്ഥലത്തേക്ക്, ഇപ്പൊ കരാട്ടെ ആയാലും കുംഫു ആയാലും കൃത്യമായി പഠിപ്പിക്കുന്ന അധ്യാപകന്റെ അടുത്തേക്ക് പറഞ്ഞയക്കണം. നിങ്ങൾ ആ ക്ലാസ്സുകൾ വിസിറ്റ് ചെയ്യണം. അതായത് അവിടുത്തെ ഇൻസ്ട്രക്ടറോട് സംസാരിക്കണം. അവിടെ ക്ലാസ്സുകൾ വാച്ച് ചെയ്യാം. അവിടെ എങ്ങനെയാണ് എന്റെ കുട്ടിക്ക് ഏറ്റവും ബെറ്റർ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചേർക്കുക. അത്തരത്തിലുള്ള രീതികളിലൂടെ നിങ്ങളുടെ കുട്ടികളിൽ വെറുതെ കിടക്കുന്ന ഈ എക്സസൈസ് എനർജി, കൂടുതലായി വരുന്ന എനർജിയാണ് പലപ്പോഴും അതായത് മോശപ്പെട്ട കാര്യത്തിലേക്ക് ആളുകൾ ഉപയോഗിക്കുന്നത്. ആ എക്സസൈസ് എനർജിയെ നല്ല രീതിയിലേക്ക് ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. ഈ എക്സസൈസ് എനർജി വെറുതെ തലം കെട്ടി നിൽക്കുകയാണെങ്കിൽ, അതായത് ടി വിക്ക് മുമ്പിലിരുന്ന് ദുർമേധസ് വരുന്ന ആളുകൾ. നമ്മൾ മലയാളിക്ക് എപ്പോഴും എങ്ങനെയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ദിവസം ഒരു കാര്യം തോന്നും. ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സ്വാഗതം പ്രാസംഗികനും ക്ലാസ് എടുത്ത അദ്ദേഹം പറയുന്ന ഒരു കാര്യം കേട്ടു. അദ്ദേഹം അതിലേക്ക് ഏറെ ഇങ്ങോട്ട് പോയില്ല, കാരണം അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിച്ചിട്ടായിരിക്കും. മലയാളി ഇന്നൊരു നിമിഷം ഒരു സ്ഥലത്ത് കരാട്ടയ്ക്ക് പോകും, പിന്നെ അത് ശരിയല്ല, പിന്നെ മറ്റേത് ശരിയല്ല, അവനാ ശരിയല്ല എന്നുള്ള കാര്യം പലപ്പോഴും ചിന്തിക്കാറില്ല. നമ്മളെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ആദ്യം കുറച്ചു കാലം, ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് നമ്മളെ സിനിമകളിലൊക്കെ 6 പാക്ക് മസിലുകൾക്കും മസിൽ പ്രദർശനങ്ങൾക്കുമായിരുന്നു വലിയ താല്പര്യം കൊടുത്തിരുന്നത്. ഇന്നിപ്പോ തട്ടുകടകൾക്ക്, ഭക്ഷണങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ മാറി 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 വരുന്ന ഇത്തരത്തിലുള്ള രീതികളിൽ നിന്ന് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത ഒരു തലമുറയായിട്ടുണ്ട് മലയാളം. ഏറ്റവും വായിക്കുന്നവരാണ്, അറിവുള്ളവരാണ്, ഏറ്റവും സമൂഹത്തിൽ ഇന്ററാക്ട് ചെയ്യുന്നവരാണ്. എന്നിട്ടും മലയാളി പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ മാറിയുന്നത്. ഇത് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഒരു കരാട്ടെ ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു കുംഫു ട്രെയിനിങ് ഉണ്ടാവുമ്പോൾ കുട്ടി അതിലൂടെ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്.
വെറും പുസ്തകങ്ങളിൽ നിന്ന് മാത്രം ലഭിച്ച വിദ്യാഭ്യാസം കൊണ്ട് ഒരിക്കലും ഒരു വിദ്യാഭ്യാസം പൂർണ്ണമാവുകയില്ല. ശാരീരികപരമായ പ്രവർത്തനങ്ങളിലൂടെ കുട്ടി നേടുന്ന മാനസിക അച്ചടക്കം വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇപ്പോ ചെറിയ പ്രശ്നങ്ങൾക്ക് കുട്ടികൾ തമ്മിൽ തല്ലുകൂടാറുണ്ട്. പൊതുവെ കരാട്ടയെ പറ്റിയും കുംഫുവെ പറ്റിയും സാധാരണ ആളുകൾ പറയാറുള്ളത്, അല്ലെങ്കിലേ അവൻ മഹാവികൃതിയാണ്, എന്നിട്ട് വേണം ഇനി കരാട്ടയ്ക്കൊക്കെ പോയിട്ട് മറ്റുള്ളവന്റെ മൂക്ക് ഇടിച്ചു പൊടിച്ചു, അല്ലെ മറ്റുള്ളവനെ എന്തെങ്കിലും തകരാറിലാക്കി എന്നൊക്കെ പറയാൻ. എന്നാണ് സാധാരണ വീട്ടുകാർ പറയാറ്. എന്നാ ഒരു സത്യങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവരായാലും മറ്റ് സാമൂഹ്യത്തിന്റെ വ്യത്യസ്ത തുറകളിലുള്ള ആളുകളായാലും ഇവർക്കൊക്കെ പേര് കൊടുക്കാറുണ്ട് ഓരോന്നും, അതായത് വിശേഷണങ്ങളാണ്. മുമ്പില് പല, അതായത് തറവാടിന്റെയോ സ്ഥലത്തിന്റെയോ അല്ലെങ്കിൽ കരാട്ടക്കാരൻ എന്നുള്ളതൊക്കെ. ഇവരൊന്നും മാർഷൽ ആർട്സ് പരിപൂർണമായി മാർഷൽ ആർട്സിന് പോയവരല്ല. എവിടുന്നോ ഒരു 2 ദിവസം അടി കിട്ടിയപ്പോ, അതായത് അവരെ നേരിടാനോ അവരെ കാണിക്കാനോ അല്ലെങ്കിൽ വണ്ടീന്റെ മുമ്പിൽ സ്റ്റിക്കർ ഒട്ടിക്കാനോ മറ്റുള്ളവനെ ഭയപ്പെടുത്താനോ വേണ്ടി മാത്രം മാർഷൽ ആർട്സിന് പോയവരാണ്. അവരാണ് ഈ മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞ ഇത്രയും കുലീനമായ ഒരു വിദ്യാഭ്യാസ രീതിയെ അപകടവൽക്കരിച്ചത് അവരാണ്. ബൈക്കുകൾക്ക് മുമ്പിൽ, കാറുകൾക്ക് മുമ്പിൽ പല സ്റ്റിക്കർ ഒട്ടിക്കുക, ഇത്തരത്തിലുള്ള ആളുകളാണ് മാർഷൽ ആർട്സിനെ ഇത്രയും മോശവൽക്കരിച്ചത്. കൃത്യമായി മാർഷൽ ആർട്സിന് പോയി, അതായത് കൃത്യമായ അച്ചടക്കത്തോടു കൂടി പോകുന്ന ഒരാളും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തിക്കും പോകുന്നു. കാരണം അവിടെ ഗുരുവും ശിഷ്യനും ഒരുപോലെ ചിന്തിക്കുന്നവരും, ഒരടി ഒരാളടിച്ചാൽ അതെനിക്ക് വളരെ ഈസി ആയിട്ട് താങ്ങാൻ കഴിവുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ. ഞാൻ പറഞ്ഞില്ലേ, മാനസികപരമായ ധൈര്യം വന്നാൽ മതി. ഇപ്പോ നമ്മൾ പലപ്പോഴും ഒരാൾ ആക്രമിക്കുന്നത് നമ്മളെ ഭീരുത്വം കൊണ്ട്. നമ്മൾ പലരും ഇപ്പൊ ഇവിടെ എല്ലാവരും ഉയർന്നവരാണ്. ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വന്ന് നമ്മളൊരു അടി അടിച്ചാൽ അത് നമ്മൾ വളരെ ഈസി ആയിട്ട് എന്താ മോനെ എന്ന് ചോദിച്ചു വളരെ ഈസി ആയിട്ട് നമുക്കത് എടുക്കാൻ കഴിയും. കാരണം നമ്മൾ മാനസികപരമായി തയ്യാറാണ്. അയാളുടെ ഒരു അടി കൊണ്ട് എനിക്ക് യാതൊന്നും നഷ്ടപ്പെടാനില്ല. ഈ പക്വത നമുക്ക് വളർന്ന് ഉന്നതങ്ങളിലെത്തിയാൽ ഒരാൾ നമ്മൾ ഒരു അടി അടിച്ചാൽ നമുക്ക് യാതൊന്നും തോന്നില്ല. അത് അയാളുടെ അപക്വത, അയാളുടെ വിവരക്കേട്, അതൊരു ഭീരുത്വമല്ല, പാസീവ് റെസിസ്റ്റൻസ്. മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിച്ച പാസീവ് റെസിസ്റ്റൻസ് അതുല്യമായൊരു കാര്യം. അപ്പോ ഇനിയും ഒരുപാട് പേര് പ്രസംഗിക്കാനുണ്ട്. അപ്പോ ഞാൻ സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അപ്പോ ഇവിടെ കൂടിയ എല്ലാവരും തങ്ങളുടെ കുട്ടികളെയും കഴിയുമെങ്കിൽ തങ്ങളും ഇത്തരത്തിലുള്ള മാർഷൽ ആർട്സിൽ പങ്കെടുത്തുകൊണ്ട് മാനസികപരവും ശാരീരികപരവുമായ ദൃഢതയും സ്ഥൈര്യവും ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എന്നെ കേട്ടവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ചൈനീസ് മാർഷൽ ആർട്ട് അക്കാദമിയുടെ 14ാം വാർഷികാഘോഷവും ആഷിഖ് മുള്ളിങ്ങൽ അനുസ്മരണവും എന്ന ഈ പരിപാടിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയ നമ്മുടെ പ്രഗത്ഭരായ ആളുകൾ ഇവിടെ സംസാരിച്ചു. ബഹുമാനപ്പെട്ട 43ാം ഡിവിഷൻ കൗൺസിലർ സി ഷെറീന മാഡം അവർക്ക് ഉപഹാരം സമർപ്പിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ഈ പരിപാടിയുടെ ഭാഗമായി നടത്തിയ വ്യക്തിത്വ വികസന ക്ലാസ് നിർവഹിച്ച ഡോക്ടർ ലാംബർട്ട് കിഷോർ MSc അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി സനാതന യോഗ കേന്ദ്രയുടെ മാസ്റ്റർ ശ്രീ TT മൊയ്തീൻ കോയ സാറെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഇവിടെ എത്തിപ്പെട്ട കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഈ വർഷത്തെ സിവിൽ സർവീസ് പാസ്സായി IPS തെരഞ്ഞെടുത്ത് ഉടനെ ട്രെയിനിങ്ങിന് പോകാനിരിക്കുന്ന നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ കേരളത്തിന്റെ തന്നെ അഭിമാനമായ മൂഴിക്കൽ സ്വദേശിയായ ശ്രീ അമർനാഥ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി അക്കാദമിയുടെ മുൻ പ്രസിഡന്റും വിസ്ഡം കോളേജ് പ്രിൻസിപ്പലുമായ ശ്രീ P. രാജേഷ് മേനോൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി എന്റെ സുഹൃത്തും ഷോട്ടോക്കാൻ കരാട്ടെ ഇൻസ്ട്രക്ടറുമായ ശ്രീ M. നാസർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ഈ പരിപാടിയുടെ തന്നെ ഭാഗമായി മാറിയ നമ്മുടെ ആഷിഖിന്റെ സഹോദരൻ ശ്രീ M. യൂസുഫ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു.
ഇതോടൊപ്പം ചൈനീസ് മാർഷൽ ആർട്സ് അക്കാദമിയുടെ 14ാം വാർഷികാഘോഷത്തിൽ ഈ വേളയിലേക്ക് ഈ പരിപാടി വീക്ഷിക്കാനെത്തിയ മാധ്യമപ്രവർത്തകർ, മാർഷൽ ആർട്സ് അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങി സദസ്സിലെത്തിച്ചേർന്ന എല്ലാവരെയും മാർഷൽ ആർട്സ് അക്കാദമിയുടെ 14ാം വാർഷികാഘോഷ പരിപാടിയിലേക്ക് അക്കാദമിയുടെ പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. വായിക്കുന്നതിനായി CMA സീനിയർ ഇൻസ്ട്രക്ടർ ഹാസിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. 2012 ജൂൺ 1 നമ്മോട് വിട പറഞ്ഞ ആദരണീയായ ഇൻസ്ട്രക്ടർ ആഷിഖ് മുല്ലിങ്ങലിന് ചൈനീസ് മാർഷൽ അക്കാദമിയുടെ 14ാം വാർഷികം സാദരം സമർപ്പിക്കുന്നു. 98 ആരംഭിച്ച ചൈനീസ് മാർഷൽ ആർട്സ് അക്കാദമിയുടെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയും പിന്നീട് അക്കാദമിയുടെ പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്ക് വഹിക്കുകയും ക്ലാസ് ഇൻസ്ട്രക്ടർ, സീനിയർ ഇൻസ്ട്രക്ടർ, ഓർഗനൈസർ, എക്സാമിനർ, റീജിയണൽ ഇൻസ്ട്രക്ടർ എന്നീ പദവികൾ വഹിക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും കൂടിയുള്ള പ്രവർത്തനം, മാന്യത, കൃത്യനിഷ്ഠത, നിഷ്കളങ്കമായ പെരുമാറ്റം എന്നിവ തികച്ചും സ്മരിക്കപ്പെടേണ്ടതും അനുകരിക്കപ്പെടേണ്ടതുമാണ്. കൂടാതെ ചൈനീസ് മാർഷൽ അക്കാദമിയുടെ 14ാം വാർഷികാഘോഷത്തിന് അഹോരാത്രം പ്രവർത്തിക്കുകയും റീജിയണൽ ഇൻസ്ട്രക്ടർ പദവിയിലായിരിക്കെ നമ്മോട് വിട പറയുകയും ചെയ്ത ആഷിഖ് മുല്ലിങ്ങലിന് ചൈനീസ് മാർഷൽ അക്കാദമിയുടെ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ 1 മിനിറ്റ് നമുക്ക് അനുശോചനം രേഖപ്പെടുത്താം. താങ്ക് യു. അടുത്തത് ചൈനീസ് മാർഷൽ ശ്രീ അമർനാഥാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ദാനം നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇത് ഏറ്റുവാങ്ങുന്നതിനായി അക്കാദമിയുടെ സ്റ്റുഡൻസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സാർ പ്ലീസ്. ബ്ലാക്ക് ബെൽറ്റ്. ആഷിഖ് ടി, ബ്ലാക്ക് ബെൽറ്റ്. കഴിഞ്ഞ വർഷം നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിലും 1ാം സ്ഥാനമാണ് ആഷിഖ് ടി. ബ്രൗൺ സെക്കൻഡ് എ സിദ്ദീഖ്. ബ്രൗൺ തേർഡ് ലഭിച്ചവർ ഫിനാസ് സിറ്റി, ആൻഡ് പ്രവീൺ ടി കെ. പ്രവീൺ ടി കെ. അഷ്റഫ് ഇ. ഷഹദ് എ പി. നസീബ് പി വി. റിയാസ് എം. അർഷാദ്. താങ്ക് യു സർ. താങ്ക് യു.